ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ, കുഴപ്പമില്ല, നമ്മളും അങ്ങനെ സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാനൊരു കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു പാത്രത്തിൽ പാല് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഫ്ലെയിം കത്തിച്ചിട്ടില്ല, ഫ്ലെയിം കത്തിക്കണം. അത് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതിലോട്ട് പഞ്ചസാര ആവശ്യത്തിന് ചേർക്കണുള്ളൂ കേട്ടോ. ഓവറാവും ചെയ്യരുത്. ഒരു ഡെസേർട്ടല്ലേ, പുഡിങ്ങല്ല സോറി, ഫ്രൂട്ട് സാലാഡല്ലേ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങിച്ചിട്ടില്ല, പഞ്ചസാര വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നേരെ വീട്ടിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പൂണിൽ 6 സ്പൂൺ കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഞാനിപ്പോൾ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം ഇങ്ങനെയാണ് കേട്ടോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കൽ. അപ്പോൾ അത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഓക്കെ, പാൽ നല്ലോണം തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ, ഇത് കസ്റ്റാർഡ് പൊടി ഞാൻ കുറച്ച് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കസ്റ്റാർഡ് പൗഡർ ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എത്ര തിക്നെസ് വേണം അത് നോക്കിയിട്ട് അതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ. പാൽ തിളച്ചതിന് ശേഷം ഞാനിത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ പാൽ ആദ്യം തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് പറഞ്ഞത് ആപ്പിള്, പിന്നെ ബനാന, ഗ്രേപ്പ്, മാംഗോ, പിന്നെ സാബൂനരിയും കൂടെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാല് നമ്മൾ കസ്റ്റാർഡ് പൗഡർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് വാനില എസൻസ് ഇതും കൂടെ വേണം കേട്ടോ. കാരണം ഞാൻ എടുത്ത കസ്റ്റാർഡ് പൗഡർ ഫ്ലേവർ ഇല്ലാത്തതാണ്. അപ്പോൾ ഫ്ലേവറുള്ള ടൈപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് വാങ്ങിയപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാനില എസൻസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലിട്ട് കൊടുക്കണം. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അടിപൊളിയാണ്. പാലങ്ങനെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി, ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. നമുക്കറിയാലോ എത്ര വേണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ല് നല്ല സ്മെല്ലാട്ടോ, വാനിലേൻ്റെ സ്മെല്ല്. പിന്നെ അതുപോലെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പിന്നെ ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ, ബദാമും പിസ്തയൊന്നുമില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണോ ഉള്ളത്, ഇപ്പോൾ പഴമാണെങ്കിൽ പഴം, മാങ്ങ, ഇനിയിപ്പോൾ മാങ്ങ സീസണൊക്കെ വരില്ലേ. പിന്നെ പഴമൊക്കെ എപ്പോഴും കിട്ടും. അതുപോലെ ആപ്പിള്, പിന്നെ അതുപോലെ മുന്തിരി, പച്ചമുന്തിരി, അതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളെ പാലിവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കിങ്ങോണ്ട് നിൽക്കണം കേട്ടോ. അതേപോലെ കസ്റ്റാർഡ് പൗഡർ ഇട്ടാലും നമ്മൾ നല്ലോണം ഇളക്കിങ്ങോണ്ട് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ മധുരം ഞാൻ പറഞ്ഞല്ലോ, മധുരം കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. അതാണ് ശരിക്കും ഇതിൽ ഉപയോഗിക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല. ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട് സലാഡ് കഴിക്കാമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും കൂടെ തിളച്ച് വരട്ടെ കേട്ടോ. നമ്മളെ പാൽ നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം തിളക്കുന്നുണ്ട്. ഒന്നും കൂടെ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കലക്കി വെച്ചിടണമല്ലോ കസ്റ്റാർഡ് പൗഡർ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഞാൻ കുക്ക് ചെയ്യണോണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ഞാനിതിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
അപ്പോൾ മുത്തുമണികളെ നമ്മളെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇത് ഇരുന്നാൽ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് വിപ്പിംഗ് പൗഡർ ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിൽ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാനത് കുറച്ച് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചല്ലാത്ത മുഴുവൻ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഇനി ഇത് വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കലുണ്ടാവില്ല. അപ്പോൾ ഇത് ഞാനൊരിക്കൽ വാങ്ങി വെച്ചതായിരുന്നു. ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഡേറ്റ് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് രസം ഉണ്ടായിക്കോളും. കാരണം വിപ്പിംഗ് പൗഡറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. കട്ടല്ലാതെ മിക്സ് ആക്കി എടുക്കട്ടെ. ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വാനിലേൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് കട്ടല്ലാതെ ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ. കാരണം നമ്മളിപ്പോൾ വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുത്തല്ലോ, അതുകൊണ്ട് ചെറിയ കട്ടകളുണ്ട്. അതൊക്കെ നല്ലോണം മിക്സായിട്ട് കിട്ടണം. അപ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കുന്ന സമയത്തൊന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. വിപ്പിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. മുത്തുമണികളെ ഞാൻ ഗ്യാസുമെന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നല്ലോണം ആറ്റിയെടുക്കണം കേട്ടോ. കണ്ടോ, ഒരു കട്ടയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ചൂടാറ്റി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്, ടേബിളിൻ്റെ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ചൂടാറിന് ശേഷം നമുക്കിതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ, ഞാൻ ഫ്രൂട്ട്സ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടില്ല. ഇത് ചൂടാറിന് ശേഷമാണ് എനിക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ. കാരണം ആപ്പിളൊക്കെ പെട്ടെന്ന് കറുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ചൂടാറിന് ശേഷം ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സും മാങ്ങയും അതുപോലെ പഴവും കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും പിന്നെ ഞാൻ പറഞ്ഞ സാബോനരി, അത് മാത്രം കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം അത്ര ഫ്രൂട്ട്സ് എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നല്ലോണം ചൂടാറിയിട്ടുള്ളൂ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചൂടാറ്റി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ മുത്തുമണികളെ നമ്മളെ കസ്റ്റാർഡിൻ്റെ മിക്സൊക്കെ അവിടെ ചൂടാറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആപ്പിള്, മാംഗോ, 2 ബനാന എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുന്തിരി, ഇതെല്ലാം കഴുകി വൃത്തിക്ക് വെച്ചാട്ടോ. അപ്പോൾ നമുക്കിനിത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പഴം കട്ട് ചെയ്തിട്ട് എടുക്കാം, അതാവും നല്ലത്. ആപ്പിൾ ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്യട്ടെ കേട്ടോ. നമ്മളെ മറ്റേ കട്ടിംഗ് ബോർഡിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലേ, നല്ല കട്ടിംഗ് ബോർഡാട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങുക. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ചെറുതാക്കിയിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്, ചെറിയ പീസാളാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് കട്ട് ചെയ്യട്ടെ. ഇനി മുന്തിരി കേട്ടോ. മുന്തിരി കഴുകിയതാട്ടോ. മുന്തിരി ജസ്റ്റ് ഒന്ന് ഇത്ര മതി കേട്ടോ. ഓക്കെ, മറ്റേ പച്ച മുന്തിരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് ഷേപ്പൊക്കെ ആക്കിയാണ്. പക്ഷെ ഇതുകൊണ്ട് ആക്കാൻ പറ്റില്ല. ഇത് ഉണ്ട മുന്തിരിയല്ലേ. നീളമുള്ള മുന്തിരിയാണെങ്കിൽ നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടാക്കുക. ഇതാവുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്.
അപ്പോൾ ഗൈസ് മുന്തിരി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുന്തിരി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് മാങ്ങ കട്ട് ചെയ്യാം കേട്ടോ. മാങ്ങൻ്റെ തൊലി കട്ട് ചെയ്യാം. കത്തി അപ്പോൾ മുത്തുമണികളെ നോമ്പ് തുറക്കാനും കൂടെ ആക്കി വെച്ചാണ് കേട്ടോ അത്. ഞാൻ ഫ്രൂട്ട് സലാഡ് കഴിക്കാനൊരു ആഗ്രഹം. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ സലാഡും കൂടെ ഉണ്ടാവും. വേറെ ഒന്നുമില്ല. പിന്നെ ഉഴുന്നദോശയും ചിക്കൻ കറിയാണ് കേട്ടോ. ഇയമോളെ ഫേവറേറ്റ് ഫ്രൂട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇയമോളാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് ഗൈസ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഇതൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കും കേട്ടോ. ഇയമോളാണ് ഉമ്മച്ചിനെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഹെൽപ്പ് ചെയ്ത് തരുന്നത് കേട്ടോ. റയ്യാൻ ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം. ഇത് മധുരം ഉണ്ടോയെന്നൊന്നും അറിയില്ല. നോമ്പായതുകൊണ്ട് മധുരം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. മാങ്ങ പുളിയാണോയെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് മാങ്ങ അതേപോലെ ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ അത് കറുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ അത് കറുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗം എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടെ കളയാം. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഇതാട്ടോ, മാങ്ങ, ആപ്പിള്, പഴം, മുന്തിരി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൽ ഇത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ കസ്റ്റാർഡിൻ്റെ മിക്സിയിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടോ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ എല്ലാതും ഇതിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഐസ്ക്രീമൊന്നും ചേർക്കണില്ല കേട്ടോ. ഐസ്ക്രീമൊന്നും ഇല്ലാത്ത ഫ്രൂട്ട് സാലഡാണ്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ സാബൂനരി, ഇത് ഞാൻ കുറേ നേരമായി കൊണ്ട് പുറത്തെടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതാണ് നല്ലോണം കട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ലാസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക്
നമ്മൾ കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഐസ്ക്രീം നമ്മൾ വിളമ്പണ സമയത്ത് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഐസ്ക്രീം ഇല്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ ഫ്രൂട്ട് സാലഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇത് ഇന്നക്കും നാളെക്കും എനിക്ക് തോന്നുന്നത് നാളെക്കും കൂടെ ഇരിക്കുമെന്ന് തോന്നില്ല. കാരണം ഇത് ഇന്ന് തന്നെ എല്ലാവരും തിന്ന് തീർക്കാൻ സാധ്യത ഉണ്ട്. കാരണം നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്രൂട്ട് സലാഡ് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഞാൻ വേറൊരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റും കേട്ടോ. വലിയൊരു ഗ്ലാസ് ബൗളുണ്ട്, അതിലോട്ട് മാറ്റും. അപ്പോൾ എന്നിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, നല്ല നല്ല കമൻസുകൾ ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ നമ്മളെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.